14-ാം വയസ്സിൽ നടത്തിയ 2 കൊലപാതകം. അതിൻ്റെ പേരിൽ മനസ്സിൽ കുറ്റബോധവുമായി നീറിക്കഴിഞ്ഞത് 4 പതിറ്റാണ്ട്. ഒടുവിൽ മനസ്സിലെ വിങ്ങൽ അവസാനിപ്പിക്കാൻ അയാൾ പോലീസിന് മുൻപിലെത്തുന്നു. 40 വർഷം മുൻപ് 2 പേരെ കൊന്നെന്ന വെളിപ്പെടുത്തൽ. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ തുറന്നു പറച്ചിൽ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് പഴയ തിരോധാന കേസുകൾ ഒന്നൊന്നായി പരിശോധിച്ചു. ഒടുവിൽ 40 വർഷത്തിന് ശേഷം ആ രഹസ്യം പുറത്തുവരികയാണ്. 1986-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹൻ എന്നാണ് കണ്ടെത്തൽ. മുഹമ്മദ് അലി കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ടാമത്തെയാൾ ആരാണെന്നതിനെ കുറിച്ചും അന്വേഷണം നടത്തിവരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് താൻ 2 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി ഏതാനും മാസങ്ങൾക്ക് മുൻപ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയത്. 1986-ൽ അന്ന് മുഹമ്മദ് അലിക്ക് പ്രായം 14. 39 വർഷത്തോളം അത് മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചു. 2025 ജൂലൈയിൽ അയാൾ വേങ്ങര പോലീസിന് മുൻപിലെത്തി ഇത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യമാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തിരുവമ്പാടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. 1986-ൽ കൂടരഞ്ഞിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ മോഹനാണെന്നാണ് തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. മുഹമ്മദ് അലി കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ടാമത്തെയാൾ ആരാണെന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തിവരികയാണ്. കൂടരഞ്ഞിയിൽ വെച്ച് തനിക്കെതിരെ ലൈംഗികാതിക്രമത്തിന് മുതിർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ മൊഴി. പ്രതിരോധിക്കുന്നതിനിടയിൽ ഇയാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിടുകയും തുടർന്ന് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി മരണം ഉറപ്പാക്കുകയുമായിരുന്നു. മുഹമ്മദ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് 1980കളുടെ മധ്യത്തിൽ മലബാർ മേഖലയിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് മരിച്ചത് കണ്ണൂർ ഇരിട്ടി വെളിമാനം സ്വദേശിയായ മോഹനാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇയാളെക്കുറിച്ച് വർഷങ്ങളായി ബന്ധുക്കൾക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. പ്രതിയുടെ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ അവിശ്വസനീയമായി തോന്നിയെങ്കിലും നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ കാണാതായ ആളും പ്രതി പറഞ്ഞ ലൊക്കേഷനുകളും തമ്മിൽ കൃത്യമായ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞു. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മുഹമ്മദ് അലി കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ടാമത്തെയാൾ ആരാണെന്നതിനെക്കുറിച്ചും രണ്ടാമത്തെ കൊലപാതകം എവിടെയാണ് നടന്നതെന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.